മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഇന്ത്യയെ നേരിട്ടും നേരിട്ടല്ലാതെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇന്നലെ രാത്രി 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഈ മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങൾ തന്നെയാണ് വിലയിരുത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ പങ്കെടുത്ത ഈ യോഗത്തിൽ ഈ രാജ്യങ്ങളിലെ സംഘർഷത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ, പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അവലോകനം ചെയ്തു. എത്രത്തോളം ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്, അവരുടെ സുരക്ഷാ സാഹചര്യങ്ങൾ ഏത് വിധേനയാണ്, ഏത് തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായാൽ അത് ഏത് തരത്തിൽ സാധ്യമാകും എന്നും, ഒപ്പം തന്നെ നിലവിൽ സാഹചര്യത്തിൽ അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ നൽകാനാകും എന്നും, അടിയന്തര സാഹചര്യമുണ്ടായി സഹായം തേടിയാൽ വിദ്യാർത്ഥികളും അടക്കമുള്ള ഈ പ്രവാസികൾക്ക് സഹായം ലഭ്യമാക്കണം എന്നുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു അടിയന്തര സാഹചര്യവും അനുകൂല സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾ ഏത് വിധേന പൂർത്തിയാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള അവലോകനവും നടന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് യോഗത്തിന് ഉണ്ടായത്. കാരണം അതീവ രൂക്ഷമായ തരത്തിൽ സംഘർഷം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനും സമാധാന ശ്രമങ്ങൾക്കുമായി ഏത് തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താം എന്ന വിദേശകാര്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഒപ്പമാണ് രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളും ഈ ഒരു സുരക്ഷാ സമിതി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ജമ്മു കശ്മീരിലും ലക്നൌവിലും ഡൽഹിയിലും അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകോപനപരമായ നടപടികൾ, അത് സമൂഹ മാധ്യമങ്ങളിലും അടക്കമുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കടയടച്ചുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കുള്ള തീവ്ര ആഹ്വാനങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്.